ഇനി മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് കമ്പത്തോ തേനിയിലൊന്നും പോകണ്ട കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഒരു 4-5 ദിവസം മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗുണ്ടൽപേട്ടയിലെ ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ച്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടു, ഒരുപാട് ആൾക്കാരെ ഷെയർ ചെയ്തു. അങ്ങനെ ഏകദേശം 7 ലക്ഷത്തിൻ്റെ മുകളിൽ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മീൻസ് ആ മുന്തിരിത്തോട്ടത്തിൽ പോയ സമയത്ത് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മാസം, അതായത് ഫെബ്രുവരി 2026 ലാസ്റ്റോട് കൂടി ഈ മുന്തിരി കഴിയുന്നതാണ്. കാരണം ഞാൻ പോയ സമയത്ത് ആകെ 1-2 വണ്ടികൾ മാത്രം, അതായത് ആൾക്കാർക്ക് അങ്ങനെ അറിയില്ല, വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ അത് അറിയുള്ളൂ. പിന്നെ അവിടെ ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ആ ബോർഡ് വെച്ച് കണ്ട ആൾക്കാർ മാത്രം അവിടെ കയറുള്ളായിരുന്നു. പക്ഷേ നമ്മുടെ വീഡിയോ വൈറലായി, ഏകദേശം 6-7 ലക്ഷത്തിനടുത്ത് ആൾക്കാർ കണ്ടു. അങ്ങനെ ഇന്ന് 2026 ഫെബ്രുവരി 22-ാം തീയതി ഞായറാഴ്ച ഒരുപാട് ആൾക്കാർ എന്നെ കോൾ ചെയ്തു, മെസ്സേജ് ചെയ്തു, വാട്സപ്പ് ചെയ്തു, എല്ലാം ചെയ്തു. അതായത് അവിടെ പോയിട്ട് കുറേ ആൾക്കാർക്ക് കാണാൻ പറ്റി, പിന്നെ കുറേ ആൾക്കാർ കാണാൻ പറ്റിയില്ല കാരണം ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ അവിടുത്തെ ഫോൺ നമ്പർ ഇല്ലായിരുന്നു, അവരുടെ ഓണറെ കാര്യങ്ങളോ ഫോൺ നമ്പറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനും കരുതിയിരുന്നത് ഈ മാസം ഫുള്ളായിട്ട് അവിടെ ഉണ്ടാവുന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ആരും ഈ ഒരു മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണ്ട, ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനായിട്ട് തന്നെയാണ് ആ ഒരു മുന്തിരിത്തോട്ടം എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞത്. പക്ഷേ ഇത്ര തിരക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, എന്തായാലും ക്ലോസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പറയുകയാണ്, ഇനി ആരും ആ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ഇനി ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഓണർ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല. ആരെങ്കിലും അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് നമ്പർ ഒന്ന് എനിക്ക് സംഘടിപ്പിച്ച് തരാൻ പറ്റുവാണെങ്കിൽ സംഘടിപ്പിച്ചില്ല. എന്നിട്ടാണ് അടുത്ത ഫാം ഓക്കെ ആവുന്ന സമയത്ത്, റെഡി ആവുന്ന സമയത്ത് ഞാൻ എന്തായാലും അറിയിക്കുന്നുണ്ട്.